പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ സാധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ പാപങ്ങൾക്കും ലോകങ്ങളുടെയും പാപങ്ങൾക്കും പരിഹാരമായി ഞങ്ങളുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അവത്തിനെ ഈ ആത്മാവിന്റെ മേൽ കരുണയായിരിക്കണമേ, ഈ ആത്മാവിന്റെ മേൽ കരുണയായിരിക്കണമേ. ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ. നിറഞ്ഞ മറിയമേ, കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നിറഞ്ഞ മറിയമേ, കർത്താവങ്ങയുടെ കൂടെ മറിയമേ, കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. എന്തോ ആ പള്ളി ഇറക്കം അങ്ങ് ഇറങ്ങിയിട്ട് കയറ്റം കയറുന്നില്ലേ അവിടെ? നന്മ നിറഞ്ഞ മറിയമേ, കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തെ ഫലമായി ഈശോ അനുഗ്രഹിക്കുന്നു, അങ്ങയുടെ ഉദരത്തെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും സഹായം കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധമാറിയുടെ രാജ്ഞിയെ നമ്മുടെ വിശ്വാസിമാരാണെന്ന് കൂടി ധരിപ്പിക്കപ്പെട്ടു എന്ന് സ്മരിക്കുക. നന്മ നിറഞ്ഞ മറിയമേ, കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു,
അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നമ്മുടെ മരണപ്പെട്ടിരിക്കപ്പെട്ടതിനു ശേഷം തനിക്ക് അപമാനവും യാതൊന്നും ഉണ്ടാകുവാൻ വേണ്ടി അവിടുത്തെ തിരുത്തോളിന്മേൽ ഭാരങ്ങളും കുരിശുമരം ചുമത്തപ്പെട്ടു. ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. വ്യാകുലം ഒഴുകിയ പരിശുദ്ധ മാതാവിന്റെ മുൻപാകെ തിരുവസ്ത്രങ്ങൾ കുരിശിന്മേൽ തറയ്ക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണ്. ഒരുമിച്ചുള്ളതാണെങ്കിൽ കുറച്ചാൾ മേലെ കയറിക്കോ. സ്റ്റെപ്പിൽ ഇവിടെ അടുത്ത് മോനെ കുറച്ചുകൂടി ഇങ്ങോട്ട് അടുത്ത് അവിടെ. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കേട്ടി തോമസ്. ഹലോ.
കൂട്ടത്തിലുള്ളതാണോ പോലും? അല്ല, ഈ കൂട്ടത്തിലുള്ളതാണോ? കുറച്ചുകൂടി ചേർന്നത്. ഒരാൾ വേണേൽ മുകളിലേക്ക് കയറാം. അതിൻ്റെ മുകളിൽ ഓക്കെ. ഒന്ന് ഹലോ, ഒന്ന് നേരം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്രരുടെ ആത്മാക്കളെ മോക്ഷത്തിൽ വന്നു ചെയ്യുവാൻ ഉണ്ടായിരിക്കണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. Well, you only need the light when it's burning low. Only miss the sun when it starts to snow. Only know you love her when you let it go. Only know you've been high when you're feeling low. Only hate the road when you're missing home. Only know you love her when you let her go. And you let her go. देखो देखो कैसी बातें यहाँ की है, साथ पर है साथ ना भी, क्या इतनी आसान है। देखो देखो जैसे मेरे പൂളക്കുറ്റി ഇടവകയുടെ വളരെ പ്രിയപ്പെട്ട ഒരു അമ്മച്ചിയുടെ മൃതസംസ്കാര ശുശ്രൂഷയിലാണ് നമ്മൾ സംബന്ധിക്കുന്നത്. വളരെ വിശുദ്ധമായിട്ടുള്ള ഒരു ജീവിതം നയിച്ച ഒരു വ്യക്തിയുടെ മൃതസംസ്കാര ശുശ്രൂഷയിലാണ് നമ്മൾ സംബന്ധിക്കുന്നത്. ഞാൻ ഈ അവസരത്തിൽ അമ്മച്ചിയുടെ പ്രിയപ്പെട്ട മക്കളായിട്ടുള്ള ഔസേപ്പച്ചനും സന്തോഷനും മേഴ്സിക്കും ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുശോചനവും ഒത്തിരി സ്നേഹത്തോടുകൂടി നേരുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ഈ അമ്മച്ചിയുടെ സ്വർഗീയ യാത്രയിൽ ഒത്തിരി സ്നേഹത്തോടുകൂടി അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സ്വർഗത്തില് മഹത്വത്തിന്റെ ആ വലിയ സ്ഥാനം പിതാവായ ദൈവത്തിന്റെ കൂടെ അമ്മച്ചി ഇപ്പോൾ അലങ്കരിച്ചിട്ടുണ്ട്. അമ്മച്ചിയുടെ ഭൗതിക ശരീരം മാത്രമേ ഇവിടെ ബാക്കിയുള്ളൂ. ആത്മാവ് ദൈവകരങ്ങളിൽ വളരെ ശോഭയോടുകൂടി തന്നെയുണ്ട്. നമ്മളൊക്കെ ഒരു വിധത്തിൽ ഭാഗ്യമുള്ളവരാണ്. കാരണം ഇങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ അവസാന യാത്രയിൽ നമ്മൾ സാക്ഷികളാകുവാനും
പ്രാർത്ഥിക്കുവാനും ഒക്കെ നമുക്ക് ഭാഗ്യം ലഭിച്ചു എന്ന് കരുതാം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. നമുക്ക് ഭക്തിയോടുകൂടി സ്നേഹത്തോടുകൂടി ഈ ശുശ്രൂഷയിൽ പങ്കുചേരാം. നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി ഈ പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപത്തിന്റെ മോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാതെയാകരുതേ, ദുഷ്ടാരൂപിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദ്യത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു. അതാർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധികത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നിന്റെ ദാസിയുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മിശിഹാ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിര
ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസനു വരമെന്നരുളേണം. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. അവരെ സ്വീകരിക്കുന്നു. അമ്പരവീഥിയിൽ അഖിലേശൻ മിശിഹാരാജനെഴുന്നള്ളും. പരിശുദ്ധന്മാരണിയണിയായി എതിരേൽപ്പിന്നു നിരന്നീടും. ആനന്ദത്തിൻ മണിയറയിൽ ചിരമായി വാണിടും അവരെല്ലാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും. പിതാവിനും പുത്രനും ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മഹിമയുടെ അന്തിമ വിധി നാളിൽ കരയോടെന്നെ നിർത്തണമേ. നല്ലവരൊത്തു വലഭാഗേ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരനെ, വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരനെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടുകൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മരണത്തിൽ നിന്നവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ
ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെ ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സന്ദേശം പള്ളിയിലാണ് നൽകുന്നത്. നമ്മൾ പ്രാർത്ഥന ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായേ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാഗുൽത്തായി നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുദ്ധാനം വഴി മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ, നിന്റെ ദാസിയുടെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിനെ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുമിശിഹായെ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു. സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ ജീവിക്കുന്നവരെ മരിച്ചവരെ വിധിക്കുവാൻ ഒരുവനെ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ സഭയിലും പുനരുദ്ധാനത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും വിശ്വസിക്കുന്നു. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. അന്നൊരു ദിവസം ബേസനിയായി സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീർ കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ കാണൂ. അന്നൊരു ദിവസം ജീവനമുയരും ഞാനാകുന്നു. കരയരുദേവം കരുണയോടന്തികമർന്നകിലേശൻ ശാന്തി പൊഴിഞ്ഞു. അന്നൊരു ദിവസം സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും എഴുതിയിരുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു. ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി. എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ.
വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം തന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. അടുത്ത ഗാനം നമ്മൾ പാടി കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ പ്രദക്ഷിണം പള്ളിയിലേക്കുള്ളത് ആരംഭിക്കുകയാണല്ലോ. പള്ളിയിലേക്ക് നമ്മൾ പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു, ശാശ്വത ഭാഗ്യം സഖജന്മാരെ സ്നേഹിതഗണമേ, യാത്ര ഇതാ ഞാൻ ചോദിക്കുന്നു, നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. നിഷ്പ്രഭമാകും പോകുന്നു ഞാൻ ലയമിയലത്തോരുന്നതമോസ്ലേ പ്രാപിപ്പതിനായി. നൽകുന്നതിനായി
Incoming call from Eckert Delivery. ഏറെ സ്നേഹം ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട മേരി അമ്മച്ചിയുടെ കുടക്കഞ്ചിറയിലെ മുതിരിങ്ങാട്ടുകുന്നേൽ കുടുംബത്തിലേക്ക് ബന്ധുക്കളും സുഹൃത്തുക്കളുമായി ഈ പുളകുറ്റി ദേവാലയത്തിൽ ഇപ്പോൾ ആയിരിക്കുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ഒത്തിരി സ്നേഹത്തോടുകൂടി ഈ ദേവാലയത്തിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. ഇന്ന് ആരാധനാക്രമ മത്സരത്തില് ശ്രീകാലകാലത്തിലെ 4ാമത്തെ ഞായറാഴ്ചയാണ്. ഇന്നത്തെ തിരുവചന ഭാഗങ്ങളിലെ വായനകളെല്ലാം ഈശോയുടെ വചനം കേൾക്കുകയും അവിടുന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് നിത്യജീവനുണ്ട് എന്ന് നമ്മളോട് ഓർമ്മപ്പെടുത്തുന്ന ബൈബിൾ ഭാഗങ്ങളായിരുന്നു ഇന്ന് കുർബാനയിൽ സംബന്ധിച്ചവർക്കറിയാം. ഇന്നത്തെ സുവിശേഷം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6ാം അധ്യായത്തിൽ നിന്നുള്ള വായനയാണ്. 6ാം അധ്യായം പ്രതിപാദിക്കുന്നത് വിശുദ്ധ കുർബാനയെ കുറിച്ചാണ്. അവിടെ ഈശോ പറയുകയാണ്, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ മരിച്ചാലും ജീവിക്കും. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ്. പ്രിയമുള്ളവരെ, ഞാൻ ഇത്രയും ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് പറഞ്ഞത് ഈ 2 കാര്യങ്ങളും ഹൃദയത്തിൽ വഹിച്ച ആഴമായിട്ടുള്ള വിശ്വാസത്തോടുകൂടി ദൈവവചനം കേൾക്കുകയും ദൈവവചനം ജീവിക്കുകയും ഈശോയുടെ തിരുശരീര രക്തങ്ങൾ
വിശ്വാസത്തോടുകൂടി ഉൾക്കൊള്ളുകയും ചെയ്ത ഒരു പ്രിയപ്പെട്ട അമ്മച്ചിയുടെ മൃതസംസ്കാര ശുശ്രൂഷയിൽ നമുക്ക് ആശ്വസിക്കാം. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ദൈവം ഒത്തിരി സമാധാനം തരട്ടെ, നിങ്ങൾക്ക് സന്തോഷം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഔസേപ്പച്ചനും ദീനയും ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ അമ്മച്ചിയെ നന്നായിട്ട് നോക്കി ശുശ്രൂഷിച്ചു. ഞാനിവിടെ വികാരിയായിട്ട് വരുന്ന സമയം മുതലല്ല ഈ പ്രിയപ്പെട്ട അമ്മച്ചിയുമായിട്ടുള്ള എൻ്റെ ബന്ധം. എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ കണ്ടുപരിചയിച്ച ഒരു മുഖവും ജീവിതവുമാണ് ഇന്ന് നിത്യസമാരംഭത്തിന് വിളിക്കപ്പെട്ട് ഈ ദേവാലയത്തിൽ നമ്മുടെ ആദരങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടായിരിക്കുന്നത്. ഞാൻ ഈ അമ്മച്ചിയെ കുറിച്ച് എൻ്റെ കുഞ്ഞമ്മയുടെയാണ് ഓർക്കുമ്പോൾ പുഞ്ചിരിക്കുന്ന ഒരു മുഖം, അതല്ലാതെ എനിക്കൊന്നും ആദ്യമായിട്ട് ഈ അമ്മച്ചിയെ കുറിച്ച് ഈ സഹോദരി എന്നുള്ള നിലയിൽ പലർക്കും എന്നതുപോലെ എനിക്കും ഇല്ല. എപ്പോഴും പുഞ്ചിരിക്കുന്ന ഒരു മുഖം. മദർ തെരേസ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, പുഞ്ചിരിക്കുന്ന ഒരു മുഖം അത് ഹൃദയത്തിന്റെ ബലിസ്ഫുരണമാണ്. അത് ഉള്ളിലുള്ള വിശുദ്ധിയുടെ നന്മയുടെ പുറമേയുള്ള ഒരു ആവരണം മാത്രമാണ്. A smile is the beginning of love and the beginning of communication. മദർ തെരേസയുടെ വാക്കുകളാണ്. A smile is the beginning of love and beginning of communication. സ്നേഹത്തിന്റെ തുടക്കവും ബന്ധങ്ങളുടെ തുടക്കവുമാണ് ഒരു പുഞ്ചിരി എന്നത്. മറ്റൊരു നന്മ എപ്പോഴും ഞാൻ അമ്മച്ചിയെ കണ്ടത്, അമ്മച്ചി ഏത് പ്രായത്തിലുമായിരുന്നിരിക്കട്ടെ ഹൃദയത്തിൽ വളരെ അഗാധമായിട്ടുള്ള ഒരു എളിമ സൂക്ഷിച്ചിരുന്ന ഒരു വ്യക്തി എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എത്രയോ ലളിതമായിട്ടുള്ള, എത്രയോ താഴ്മയുള്ള ഒരു മനസ്സിന്റെയും മനോഭാവത്തിന്റെയും ഉടമയായിരുന്നു ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. ഇത് ഒരു ഭംഗിവാക്കെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ജീവിതത്തിൽ സഹനത്തിന്റെ കനലിലൂടെ ചവിട്ടിക്കയറിയ ഒരു വ്യക്തിയാണ്. ജീവിത സാഹചര്യങ്ങൾ കൊടുത്ത പല യാഥാർത്ഥ്യങ്ങൾ മൂലവും സഹനങ്ങൾ ഏറ്റുവാങ്ങി, എന്നാൽ മുഖത്ത് നിന്നൊരിക്കലും സുവിശേഷത്തിൽ എന്ത് കേട്ടോ, വിശുദ്ധ കുർബാനയിൽ എന്ത് സ്വീകരിച്ചോ ആ വിശ്വാസം ജീവിച്ചുകൊണ്ട് ജീവിച്ച ഒരു മാതൃക ആണ് ഈ അമ്മച്ചി. ഞാൻ ഈ അവസരത്തിൽ ആമുഖമായിട്ട് പള്ളിയിൽ പറയുന്നതുപോലെ നമ്മളൊരു വിശുദ്ധിയായിട്ടുള്ള ഒരു വ്യക്തിയുടെ മൃതസംസ്കാരത്തിലാണ് സംബന്ധിക്കുന്നത്. ഒരു വികാരി എന്ന നിലയിൽ ഏതാണ്ട് 2 വർഷത്തോളം അടുത്ത് അമ്മച്ചി ഇവിടെ വന്ന് കൂടുതലായിട്ട് കാണാനും സംസാരിക്കാൻ പറ്റിയെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഈ അമ്മച്ചിയുടെ ജീവിതമെല്ലാം നമുക്കെല്ലാം വളരെ വ്യക്തമാണ്. പല കാര്യങ്ങളും ഈ അമ്മച്ചി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എവരി ഡെത്ത് ഈസ് എ മെസ്സേജ്. ഓരോ മരണവും ഒരു സന്ദേശമാണ്. പക്ഷേ ആ സന്ദേശം മരിക്കുന്നവർക്ക് വേണ്ടിയല്ല. എവരി ഡെത്ത് ഈസ് എ മെസ്സേജ്. ആ മെസ്സേജ്, ആ സന്ദേശം ജീവിച്ചിരിക്കുന്ന നമുക്ക് വേണ്ടിയാണ്. കാരണം നമ്മുടെ ഈ ലോകത്തിൽ എത്രയോ എളിമയോടുകൂടി ജീവിക്കണം, സന്തോഷമുള്ളവരായി ജീവിക്കണം. ഒരു ക്രിസ്ത്യാനിക്ക് ഒരിക്കലും ദുഃഖം പാടില്ല. ഒരു ക്രിസ്ത്യാനിക്ക് അവന്റെ ജീവിതത്തിൽ സഹനങ്ങളും നൊമ്പരങ്ങളും തകർച്ചകളും ഉണ്ടാകുമ്പോഴും അവന് നോക്കുവാനും അവൻ എത്തിപ്പിടിക്കുവാനും ആശ്വാസം വയ്ക്കുവാനും ശരണപ്പെടാനും ദൈവമുണ്ട്, കർത്താവുണ്ട് എന്ന ഒരു വലിയ മെസ്സേജ് ഞാൻ ഓർക്കുകയാണ്. ഈ അമ്മച്ചി എത്രയോ പേർക്ക് സന്തോഷത്തോടു കൂടി ഭക്ഷണം ഉണ്ടാക്കി വിളമ്പി ശുശ്രൂഷിച്ചവരാണ്. ഈ പുളക്കുറ്റിയിൽ ധാരാളം മനുഷ്യർ വന്നു പോകുന്ന ഒരു കുടുംബത്തിലാണ് ഈ അമ്മച്ചി നമുക്കറിയാം ഉണ്ടായിരുന്നത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ആ വീട്ടിൽ കടന്നു വരുന്നവർക്കെല്ലാം പുഞ്ചിരിയോട് കൂടിയിട്ട് വിളമ്പുന്ന അമ്മച്ചി. ഭക്ഷണത്തിന്റെ സ്വാദ് വർദ്ധിക്കുന്നതും അതുപോലെ തന്നെ തൃപ്തി വരുന്നതും ആ സന്തോഷമായിരുന്നു. പ്രിയമുള്ളവരെ, മരണം ഒരു സന്ദേശമാണ്, കടന്നുപോക്കാണ്. ഈ അമ്മച്ചി എത്രയോ ഭാഗ്യമുള്ള ഒരു മരണമാണ് ലഭിച്ചത്.
മീന പറഞ്ഞു, ഞാൻ അറിഞ്ഞുവരെയില്ല അമ്മച്ചി പോയത്. ഒരു വേദനയുമില്ലാതെ, ഒരു ദുഃഖവുമില്ലാതെ, കരച്ചിലില്ലാതെ അമ്മച്ചി കടന്നുപോയി. അതുകൊണ്ട് ഔസേപ്പച്ചനോടും പെരിയോടും സന്തോഷിനോടും ഭാര്യയോടും കൊച്ചു മക്കളോടും ഒക്കെ എനിക്ക് പറയാറുള്ളത്, മേഴ്സിയോടും അതുപോലെ എല്ലാവരോടും അമ്മച്ചി സ്വർഗത്തിലുണ്ട്. അമ്മച്ചി വിശ്വസിച്ചു, അമ്മച്ചി പ്രാർത്ഥിച്ചു, ദൈവ വിചാരത്തിലായിരുന്നു. അതിനാൽ തീർച്ചയായിട്ടും പിതാവിൻ്റെ ആ മടിയിൽ തന്നെയുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ സുവിശേഷത്തിൽ ധനവാന്റെയും ലാസറിന്റെയും സംഭവം വായിക്കുന്നു. അവിടെ ധനവാൻ അബ്രാഹത്തിനോട് യാചിക്കുന്നു, ആരെയെങ്കിലും ലോകത്തിലേക്ക് എൻ്റെ വീട്ടിലേക്ക് അയക്കണം. കാരണം ഞാൻ ആയിരിക്കുന്ന നരകത്തില് തീച്ചൂളയിൽ ആരും വരാൻ ഇടയാകരുത്. അതിനാൽ നീ ആരെങ്കിലും അയക്കണം എന്ന് പറയും. കാരണം അവരാരും ഇനി പാപത്തിൽ ജീവിക്കരുത്, അവരാരും ഇനി തിന്മ ചെയ്യരുത്, അവരാരും നരകത്തിൽ നരകമാകരുത് എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിനാൽ നീ ആരെങ്കിലും ഒന്ന് എൻ്റെ വീട്ടിലേക്ക് വിടണം, എൻ്റെ നാട്ടിലേക്ക് വിടണം, എൻ്റെ ബന്ധുക്കളുടെ അടുക്കിലേക്ക് വിടണം എന്ന് പറയുകയാണ്. പ്രിയമുള്ളവരെ, ഈ അമ്മച്ചിയുടെ മരിച്ചു കിടക്കുന്ന ഓരോരുത്തരുടെയും ഒരു സ്വപ്നമുണ്ട്. പിതാവായ ദൈവത്തോടു കൂടി ആയിരിക്കുന്ന അമ്മച്ചിക്ക് നമ്മളെ കുറിച്ചൊരു സ്വപ്നമുണ്ട്. ഈ അമ്മച്ചിക്ക് നമ്മളോട് ഇത് പറയാനുള്ളത്, നമ്മൾ വിശുദ്ധമായിട്ടുള്ള ജീവിതം നയിക്കണം, നമ്മൾ വിശുദ്ധമായിട്ടുള്ള ജീവിതം നയിക്കണം, നമ്മൾ ആരും എന്നുള്ള പ്രാർത്ഥന. ഓരോ മരണത്തിനും വലിയ വിലയുണ്ട്. സെന്റ് പോൾ പറയുന്നു, നമ്മൾ മരിക്കുകയാണെങ്കിലും ജീവിക്കുകയാണെങ്കിലും അതിനർത്ഥമുണ്ട്. നീതിമാന്റെ മരണം ദൈവത്തിന്റെ മുമ്പിൽ ഏറ്റവും വിലയുള്ളതാണ്. ഈ അമ്മച്ചിയുടെ മരണവും ഏറ്റവും വിലയുള്ള മരണമാണ്. വലിയ സന്ദേശം, നമ്മളെല്ലാവരും വിശുദ്ധമായിട്ടുള്ള പുണ്യമായിട്ടുള്ള ജീവിതം നയിക്കണം എന്നുള്ള വലിയ ആ സന്ദേശം ഇന്ന് വർത്തമാനം പറയാതെ, മിണ്ടാതെ, ശാന്തയായിട്ടുകൊണ്ട് ഈ അമ്മച്ചി നമ്മളോട് പറയുന്നുണ്ട്. നമുക്കൊക്കെ ഒരു പ്രതീക്ഷയുണ്ട്, നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു സ്കോപ്പുണ്ട്. വാട്ട് ഈസ് അവർ സ്കോപ്പ്? ടു ലീവ് എ ഹോളി ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ള സാധ്യത എന്താണ്? ഓരോ മനുഷ്യനും അവരുടെ ജീവിതത്തിലുള്ള സാധ്യതയെ കുറിച്ചാണ് ആ ധനവാന്റെ കാര്യത്തിൽ പറയുന്നത്. സാധ്യത എന്താണ്? വിശുദ്ധ ജീവിതം നയിക്കാനായിട്ടുള്ള സാധ്യതയാണ്. നമുക്ക് എല്ലാവർക്കും കൊണ്ട് ഇന്നലകളല്ല, ഇന്നല്ല, ഈ നിമിഷമല്ല, അടുത്ത നിമിഷം സാധ്യതകളുടെ നിമിഷമാണ്. അതുകൊണ്ടാണ് ദൂർത്തപുത്രനെ ദൈവം സ്വീകരിച്ചത്. വിശുദ്ധമായുള്ള ജീവിതം നയിക്കാൻ അവനെ ആശ്ലേഷിച്ചത്. ഈ അമ്മച്ചിയുടെ ജീവിതം അതിനായി നമ്മളെ പ്രചോദിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി മക്കൾക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അനുശോചനവും പ്രാർത്ഥനയും ഉളകുട്ടി ഇടവകയുടെ പേരിൽ ആശംസിക്കുകയാണ്, നേരുകയാണ്. ദൈവം നിങ്ങളെ ആശംസിക്കട്ടെ, ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ മുന്നോട്ടുള്ള കുടുംബത്തിന്റെ പ്രയാണത്തിൽ ഈ അമ്മച്ചിയുടെ ചൈതന്യവും ഓർമ്മയും നിങ്ങൾക്ക് ശക്തിയായി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സന്തോഷിച്ചു അണയുന്നീശോ മൃതരാമക്കില്ലർക്കും ജീവനും അതുപോലും ശരണവും അരുളിയിടാ. ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി കുലുങ്ങി, മിശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ വിടരും.
സമർപ്പിച്ച ഇയാളെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മനുഷ്യരെ ഉയർപ്പിക്കുകയും നല്ലവർക്ക് സൗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ കന്യകാമറിയത്തിന്റെ പ്രാർത്ഥനയാലും മിശിഹായോടുകൂടെ ഇയാളെ തന്നെ വലതുഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. കാരുണ്യപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് കഴിയുന്ന മരിച്ചവരെ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നിന്റെ പൈതൃകമായ പരിപാലനയെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ മരണവിധേയരാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉദ്ധാനത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ നീ മഹത്വമണിയിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദിസ വഴി എന്നെ വിശദീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എൻ്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു കൂതാശകളാൽ എൻ്റെ ആത്മാവിൽ കൃപാവനം ചെയ്യുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എൻ്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെയും ദൈവവചനങ്ങളാൽ എൻ്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എൻ്റെ സ്നേഹം എന്നും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പ്രിയമുള്ളവരെ, അടുത്തുള്ള ഗാനം ആരംഭിക്കുന്ന സമയത്ത് നമ്മുടെ സെമിത്തേരിയിലേക്ക് പ്രദക്ഷിണമായി പോവുകയാണ്. എന്റെ സഹോദരരുടെ നമ്മെ സൃഷ്ടിയാക്കി ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതവിളയിൽ ഓർത്തോർത്തിനിയും നൈരാശ്യമോടെ വിലപിക്കരുതേ. ആത്മാവിനെ നീതിമാന്മാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായി ഈ ശരീരത്തിന് നിന്റെ ദിവ്യപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ പൗത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര.
നിർമ്മലനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഇയാളെ ആശ്വസിപ്പിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. കർത്താവെ, അനുഗ്രഹിക്കണമേ. നിന്റെ ദിവ്യജലത്താൽ കബറിടം പൗത്രീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. കുരിശുവഴിയായി നമ്മെ രക്ഷിച്ച പുത്രന് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമള ധൂപം പോലെ മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുളി ചെയ്ത സകലത്തിന്റെ നാഥനായ ദൈവം നിന്റെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടി അവസാന ദിവസം തന്റെ വലതുഭാഗത്ത് നിരന്തട്ടെ. നീ സ്വീകരിച്ച ദൈവത്തിന്റെ ന്യായാസക്തികൾ എന്നെ സഹായിക്കട്ടെ. ഇവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. ഇവിടെ വഴി കൊടുത്തേ, അവിടെ വഴി കൊടുത്തേ, വഴി കൊടുത്തേ. ഇതിലെ കൊടയില്ല, അതാ ഇതിൽ നിൽക്കുന്നത്. മാറി നിൽക്കുക. ആയിക്കോട്ടെ, പോരെ, ഇങ്ങോട്ട് പോരെ. മാറി നിൽക്കണം. ഇത് അങ്ങോട്ട് പോകും. സൈഡിലേക്ക് പയ്യനെ ഇങ്ങോട്ട് കയറിയെന്നോ? കുടയില്ല അല്ലേ? അങ്ങോട്ട് പോകണ്ടേ? ഇങ്ങോട്ട് കയറി. പോയിക്കോട്ടെ പോയിക്കോട്ടെ. ആ, ഇങ്ങോട്ട് പോയിക്കോ. ഓക്കെ ഓക്കെ. മോനെ അങ്ങോട്ട് പോകും. പോട്ടെ പോട്ടെ പോട്ടെ. റൈറ്റ്. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. ആട്ടനാഥൻ കേൾക്കുമ്പോൾ ഹൃദയ ജീവൻ ഉദിക്കുന്നു. ആദ്യം മുതലുള്ളവയെല്ലാം തെളിവായ എന്നുടെ നാദാനിൽ തിരുമഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായ എന്നെ വിധിക്കല്ലേ. പുത്രൻ മൃദനാമെന്നെ കണിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ മിശിഹ, ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു.
ഞങ്ങളുടെ മധ്യ ശരീരങ്ങൾ പുത്രാനം നീയേകുന്നു. നാഥാ ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. ആമേൻ ആമേൻ എന്ന് ഘോഷിക്കുവിൻ. സർവേശാനേ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമർത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ തേജണമേ. പാപിനിക്ക് പൊറുതി കൊടുത്തവളെ വിശുദ്ധീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മലാഖമാരോടുകൂടി സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, മരിച്ചവരെ അർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവിൻ ദാസി വിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ. കർത്താവിൻ ദാസി വിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോർത്തിനി നിങ്ങൾ കഥനം തുടരാതെ രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടുവിൻ. പുനരുത്ഥാനം വരുമല്ലോ മരണമുറക്കം താൻ. കർത്താവിൻ ദാസി വിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ. പോലെ കർത്താവേ, നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. കാട്ടിൽ തേടി നടക്കുന്ന മാൻപേടയെ പോലെ കർത്താവേ, നിന്നെ ഞാൻ തേടി നടക്കുന്നു. സജീവനായ ദൈവത്തെ ഞാൻ ദാഹിക്കുന്നു, ഞാൻ എപ്പോൾ എന്റെ ദൈവത്തെ കാണും. രാവും പകലും ഞാൻ കണ്ണീര് കുടിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിന്റെ ദൈവം എവിടെയെന്ന് അവർ നിത്യവും എന്നെ പരിഹസിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആദിമുതലെന്നേക്കുമാമേൻ. കർത്താവേ, നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസമേർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷ മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായേ, നിന്റെ വിശുദ്ധരോടും നീതിമാന്മാരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനെ നൽകി സ്വർഗരാജ്യമാകുന്ന ഓരോ സ്ഥലത്തേക്ക് ഇയാളെ പ്രവേശിപ്പിക്കണമേ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ മിശിഹായുടെ മൗലിക ശരീരത്തിലെ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെ എല്ലാവരെയും ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സന്തോഷം. എല്ലാരും കഴിഞ്ഞല്ലേ?
കുറച്ചും കൂടെ മുറിക്കുന്നു. അവിടെ കണക്കല്ല ഓവർ അവിടെ ആ തല മാത്രം നിങ്ങൾ ആ സന്തോഷം. കിട്ടുന്നുണ്ടോ? അടി കിട്ടുന്നില്ല. അറിയാം. കുഴപ്പമില്ല. അവിടെ നയിച്ചു പിന്നെ ഒന്ന് നയിച്ചു അവിടെ നയിച്ചു അവിടെ നയിച്ചു അവിടെ അവിടെ